സാഹിത്യവും രസാനുഭൂതിയും. ഡോക്ടർ കെ.എച്ച്. സുബ്രഹ്മണ്യൻ. സാഹിത്യകാരൻ സാഹിത്യഭാഷയ്ക്ക് രൂപം കൊടുക്കുന്നത് രസാനുഭവത്തിന് അഥവാ ആനന്ദാനുഭൂതിക്ക് വേണ്ടിയാണ്. സാഹിത്യമെന്ന വ്യവഹാരത്തിൻ്റെ അടിത്തറ കവിയെയും സഹൃദയനെയും ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. സാഹിത്യത്തിൻ്റെ അനുഭൂതിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഈ രണ്ട് ഘടകങ്ങളെയും പരാമർശിക്കാതെ വയ്യ. വായനയ്ക്കും വായിക്കുന്നവനും പ്രാധാന്യം കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ് പാശ്ചാത്യ സാഹിത്യ വിമർശനത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുക. ആധുനിക സമീപനത്തിൽ സാഹിത്യകാരനും ആസ്വാദകനും വീണ്ടും പ്രാമുഖ്യം കിട്ടിയിട്ടുണ്ട്. പൗരസ്ത്യ സാഹിത്യമീമാംസയുടെ കേന്ദ്രം പാവകൻ്റെ അനുഭൂതിയാണ്, രസമാണ്. ഈ രസസിദ്ധാന്തത്തിൻ്റെ ആചാര്യൻ രസമെന്നതില്ലെങ്കിൽ യാതൊന്നും തന്നെ പ്രവർത്തിക്കാത്തതാണ് എന്ന് പ്രഖ്യാപിച്ച നാട്യശാസ്ത്രകാരനായ ഭരതമുനിയാണ്. എന്താണ് ഈ രസം അഥവാ രസാനുഭൂതി അഥവാ ചമത്കാരം? രസാനുഭൂതിജന്യമായ ഭാവഭാവാദികളുടെ പ്രതിക്രിയയാണ് ചമത്കാരം. ചമത്കാരം എന്ന മാനസിക വ്യാപാരത്താൽ മനസ്സ് ആനന്ദം അനുഭവിക്കുമ്പോൾ പ്രതിഭാനം അഥവാ രസ സാക്ഷാത്കാരം എന്ന അവസ്ഥ ഉണ്ടാകുന്നു. കവിയുടെ അന്തർഗതമായ ഭാവത്തിൽ നിന്നാണ് അസാധ്യമായ രസാനുഭൂതി ഉണ്ടാകുന്നത്. തീ ഉണങ്ങിയ വിറകിനെ എന്നവണ്ണം രസം സഹൃദയ ശരീരത്തിൽ വ്യാപിക്കുന്നു എന്നാണ് ഭരതൻ പ്രസ്താവിച്ചിരിക്കുന്നത്.